ഇനിയുള്ള 2 മാസം എന്നാ ചെയ്യും? പപ്പ, ഇത്തവണ ഞങ്ങള് വെക്കേഷൻ എങ്ങോട്ടാ പോകണ്ടേ? പപ്പ തന്നെ പറ. എത്രമാത്രം ദൂരേക്ക് പോകാവോ അത്രേ അകലേക്ക് പൊയ്ക്കോ. എടി, നിന്റെ അനിയത്തിയുടെ വീട്ടിൽ പൊയ്ക്കോളാം പിള്ളേരോട് പറ. അവിടെ കെട്ടിയോ പാപ്പച്ചനാണെ ഒരു ജിംനാസ്റ്റിക് ആണല്ലോ. പിള്ളേരൊന്ന് ഒതുങ്ങിക്കോളും. ഇനി അവരുടെ വിരോധം കൂടി കിട്ടണമല്ലോ കർത്താവേ. അല്ല, ഇതാര്? ബോവനും മൊളിയുമോ? പപ്പായും അമ്മച്ചിയൊന്നും വന്നില്ലയോടാ? പിന്നെന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി ഇറങ്ങി തിരിച്ചത്? അങ്കിളിനെ ആന്റിയെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയാ. നല്ല കുട്ടികൾ, അവർക്കെങ്കിലും അത് തോന്നിയല്ലോ. വാ മക്കളെ, വല്ലതും കഴിച്ചിട്ടിരിക്കാം. എടിയേ, ഞാനൊന്ന് മാങ്ങാൻ പോവാ. ഒരാഴ്ച നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നു. ഇടയ്ക്കൊന്നും എന്നെ ശല്യപ്പെടുത്തേക്കരുത്. നോക്കടി സ്റ്റീരിയോ. കുട്ടികൾ ഇങ്ങനെയൊന്നും ഇരുന്നാ പറ്റിയല്ല. ശരീരത്തിന് വ്യായാമം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടായോ? പോയി കളിക്ക്. എന്നാ കളിക്കാനാ? ഐഡിയ. ഈ ഇരുമ്പുണ്ട എടുത്ത് നമുക്ക് ഷോട്ട് പുട്ട് എറിഞ്ഞ് കളിക്കാം. അയ്യോ, എന്നതാ അവിടെ പൊട്ടിയത്? കർത്താവേ, ലോൺ എടുത്ത് ചെയ്യിച്ച മൊസൈക്ക. ഒന്ന് കണ്ടു കൊതി തീർന്നില്ല. അല്ലേലും ഇപ്പോഴത്തെ മൊസൈക്കിനൊന്നും ഒരു ഗുണനിലവാരവും ഇല്ലാത്തതാ. പുറത്ത് മഴയാ, നിങ്ങള് തട്ടുംപുറത്ത് പോയി കളിച്ചു. അത് നോക്ക, വ്യായാമത്തിന് നല്ലതാ. നമുക്ക് അതെടുത്ത് പൊക്കാം. ഹോ, ശല്യം ഒഴിഞ്ഞു. ഇനിയൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാം. ഇനി ഇതേ കുറച്ച് വെയിറ്റ് കൂടെ വെച്ച് പൊക്കണം. അയ്യോ, ഒരു എലി എന്റെ കാലിന്റെ അടിയില്. അയ്യോ, എലി എന്റെ ദേഹത്ത് കയറി. ഇനി മക്കള് ഞങ്ങളെ കാണാൻ കൊതിയാകുവാണെങ്കിൽ ചാടിക്കേറി വരികയൊന്നും വേണ്ട കേട്ടോ. ഈ ആൽബം വെച്ചോ, ഇത് ഞങ്ങളുടെയൊക്കെ പടമുണ്ട്. എവിടെ ഈ മോട്ടോർ സൈക്കിള്? ഞാൻ ഇതങ്ങ് മേടിച്ചടി. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോകണമെങ്കിൽ എളുപ്പമായില്ലേ. നമുക്ക് പള്ളി പോകാനും ഇത് കൊള്ളാം. പള്ളി മാത്രല്ല, ഇതേ കയറിയ സെമിത്തേരി പോകാനും എളുപ്പാ. ഇതേലൊന്ന് കേറി ഓടിച്ചു നോക്കിയാലോ? മൈസ്രാട്ടിന്റെ കെട്ടിയൊക്കെ കാർ ഓടിക്കാമെങ്കിൽ എനിക്ക് എന്താ സ്കൂട്ടർ ഓടിച്ചാല്? ആദ്യം പതിയെ ഓടിച്ചു നോക്കിയാ മതി. ആ ആക്സിലേറ്ററെ പതിയെ ഒന്ന് തിരിക്കാം. ആക്സിലേറ്റർ ഇത് കൈയെടുക്കടി. ഇപ്പൊ മനസ്സിലായോ ഗിയർ മാറുന്നത് എങ്ങനെയാണെന്ന്? ഇനി ഇതാ ആ ലിവർ. അയ്യാ, ഓ സാരമില്ല, കല്ലേ കയറിയതാ. പിടിച്ചിരുന്നോണേ. നല്ല റോഡ്, സ്പീഡ് കൂട്ടിയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ എന്താ മനുഷ്യനെ മിണ്ടാതിരിക്കുന്നേ? അയ്യോ കർത്താവേ, ഇത് ഞാൻ എവിടെ പോയി? അയ്യോ എന്റെ അമ്മേ, കർത്താവേ, നിർത്തുന്നത് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലടാ. അയ്യോ അയ്യോ, ഓടിവായോ ഓടിവായോ, ഈ കുന്ത്രാണ്ട് ഒന്ന് നിർത്തി തരണേ. നാട്ടുകാരെ രക്ഷിക്കണേ. അയ്യോ 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 അയ്യോ, ഒന്ന് നിർത്തണേ. അയ്യോ അയ്യോ അയ്യോ. മുറുക്കി പിടിച്ചോണേ,
രണ്ടിനും ഹോഴ്സ് പവർ ഇത്തിരി കൂടുതലാ. മുള പോരാ, ഒലക്ക തന്നെ ഇട്ട് പിടിക്കണം. എന്തായിടി, ബൈക്ക് നിർത്തിയോടി? ദൈവാധീനം ഉണ്ട് ചേട്ടാ. വണ്ടി ഒരു മരത്തിലിടിച്ച് നിർത്തി. ഭാഗ്യത്തിന് ചേട്ടത്തിക്കൊന്നും പറ്റിയില്ല. ഹോ, ദൈവത്തിന് നന്ദി. റോഡിന്റെ ഇരുവശങ്ങളിലും ചോലവൃക്ഷങ്ങൾ വയ്ക്കണമെന്ന് പറയുന്നതിന്റെ കാരണം മനസ്സിലായോ? അത് ശരിയാ. ബോബൻ എന്തിയടി? ബോബൻ കൊട്ടയെടുക്കാൻ പോയേക്കുവാ. വണ്ടി വർഷാപ്പിൽ കൊണ്ടുപോണ്ടേ? എന്നാ ചേട്ടാ ഈ പേപ്പർ കെട്ട്? അത് ഞാൻ എഴുതിയ ഒരു നോവലാടി. ചേട്ടനപ്പൊ സാഹിത്യകാരൻ കൂടിയാന്നോ? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ സ്കൂളെ പഠിക്കുമ്പോഴേ എഴുതുമായിരുന്നു. പണ്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ അച്ചടി കഴിഞ്ഞപ്പം ഒന്നുകൂടെ എഴുതേണ്ടി വന്നു. പുരയിടം. നോവൽ പൂർത്തിയാക്കിയോ ചേട്ടാ? നോവലൊക്കെ പൂർത്തിയാക്കിയടി. ഇനി ഇതൊന്ന് അച്ചടിക്കാൻ കൊടുക്കണം. ആ ചേട്ടനോ? ചേട്ടന്റെ പുസ്തകം ഒന്നും ആയിട്ടില്ല. ചേട്ടൻ ഇരിക്കെ. ഇപ്പൊ തന്നെ 2 ആഴ്ച ആയല്ലോ. എന്നതാ താമസം? രമേശ് അത് തിരുത്തിക്കൊണ്ടിരിക്കുക, അതാ താമസം. ഞാൻ എഴുതിയത് തിരുത്താൻ അവനാരാ? അയ്യോ, ചേട്ടൻ ഉദ്ദേശിച്ച തിരുത്തല്ല, പ്രൂഫാ തിരുത്തുന്നത്. എന്തായാലും അടുത്ത ആഴ്ച തന്നെ പുസ്തകം അച്ചടിച്ച് കയ്യെ തരും, ഉറപ്പ്. എടിയേ, എന്റെ പുസ്തകം അച്ചടിച്ചേച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പുസ്തകങ്ങളൊക്കെ എവിടേക്കാടി ഒന്ന് വെക്കുന്നത്? അടുപ്പിനകത്ത് വെക്കാം. നീ നോക്കിക്കോടി, എന്റെ പുസ്തകം ഇവിടെ വലിയ ഒച്ചപ്പാടുണ്ടാക്കും. ഹാ, 2 മാസമായിട്ടും ഒരൊറ്റ പുസ്തകം പോലും വിറ്റില്ലല്ലോടാ. കച്ചവടക്കാർ ചെയ്യുന്നത് പോലെ നമുക്ക് അറയ്ക്കകത്ത് തന്നെ വെച്ചേക്കാം. വില കൂടുമ്പോ വിൽക്കാം. 60 രൂപ ഫിക്സഡ് വിലയാടാ, അത് മാറ്റാൻ പറ്റുകയില്ല. അതല്ല ചേട്ടാ, കടലാസിന് വില കൂടുമ്പം വിൽക്കുന്ന കാര്യമാ. 6 മാസമായി ഇതേവരെ ഒറ്റ പുസ്തകം വിറ്റിട്ടില്ല. അത് അവിടെ ഇരുന്ന് ഉള്ള സ്ഥലം കൂടി മെനക്കെടുത്തുവാ. ആ, ഞാൻ വിൽക്കുവടി. തൂക്കി വിൽക്കും. പഴയ പേപ്പർ വീക്കിലി. ചേർത്തി, പഴയ പേപ്പർ ഉണ്ടോ? എടോ, ഇതേമാതിരി ബുക്കേന് എന്നാ തരും? ഇത് തുണ്ടുകടലാസാ ചേർത്തി, കടക്കാരിത് എടുക്കുകയല്ല. ഇത് വേണ്ട. അപ്പൊ അതിനും കൊള്ളുകേല. ആ മുറിയിലിരുന്ന പുസ്തകമല്ല എന്തിയടി? പടക്കം ഉണ്ടാക്കാൻ ശിവകാശിക്കാര് കടലാസ് തിരക്കി വന്നപ്പം ഞാൻ എടുത്തു കൊടുത്തു. ചേട്ടന്റെ പുസ്തകം വലിയ ഒച്ചപ്പാടുണ്ടാകുമെന്ന് പറഞ്ഞത് ശരിയാ. ചേട്ടന്റെ പുസ്തകത്തിന്റെ ഒച്ചപ്പാടും പൊട്ടിത്തെറിയും കേൾക്കുന്നേ.